ഹലോ, എല്ലാവർക്കും മല്ലൂർ ടിവിയിലേക്ക് സ്വാഗതം. വൗ 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 വാട്ട് എ ഡേ ഗായ്സ്. I really appreciate ലാസ്റ്റത്തെ വീഡിയോ. ഐ നെവർ എക്സ്പെക്റ്റഡ് ഞങ്ങൾ രണ്ടുപേരും ഇത്രമാത്രം എപ്രീസിയേഷനും ഇത്രമാത്രം സപ്പോർട്ടും കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ജസ്റ്റ് നോർമലായിട്ടൊരു വീഡിയോ ചെയ്തെന്ന് മാത്രം. പേഴ്സണലായിട്ടുള്ള മെസ്സേജും നമ്മുടെ യൂട്യൂബിൽ വന്ന മെസ്സേജും പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാം ഇട്ട മെസ്സേജും വാവ്, റിയലി അപ്രീഷിയേറ്റ്. താങ്ക് യു നിങ്ങളുടെ സപ്പോർട്ടിന് എല്ലാത്തിനും താങ്ക് യു. ഓക്കെ, പല ആൾക്കാരും നമ്മുടെ അവിടുത്തെ UK ഉണ്ടായിരുന്ന നമ്മുടെ ഫ്രണ്ട്സും അവിടുത്തെ ആൾക്കാരെല്ലാം ചോദിക്കുന്നുണ്ട് അവരുടെ അഡ്രസ്സും ഡീറ്റെയിൽസൊക്കെ തായോ റിവീൽ ചെയ്യും മറ്റുള്ളവർക്കും ഇതാണെന്നുള്ളത്. അഗെയിൻ അത് വേണ്ട, കാരണം നമ്മൾ അതുകൊണ്ടാണ് അത് പറയാതിരുന്നത്. നമ്മളിനി ഓൾറെഡി നമ്മളത് ഓവർകം ചെയ്തു. നമ്മുടെ ആ പെയിനും നമ്മൾ ആ ഇതുള്ളതെല്ലാം നമ്മൾ ഓൾറെഡി ഓവർകം ചെയ്തു. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. ബാക്കി അവിടെ ഇതേപോലെ നിൽക്കുന്ന ആൾക്കാർ പൈസ കൊടുക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, ലീഗലി അല്ലാത്ത ഒരു സാധനത്തിനും പൈസ കൊടുത്തിട്ട് ചെയ്യാതിരിക്കുക. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്തതിന് എന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടായിരിക്കണം. അതായത് ബാങ്ക് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ടെന്നോ അല്ലെങ്കിൽ ചെക്ക് കൊടുത്തതിനുള്ളൊരു പ്രൂഫ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കുക. ഓക്കെ, പിന്നെ അതേപോലെ നിങ്ങൾ ചോദിച്ച വെഡ്ഡിങ് റിങ്ങിൻ്റെ കാര്യം, അത് എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്താണ് ഇവിടുന്ന് യോങ് ഷോപ്പിംഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് മെയിൽ വന്നു. അതായത് ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, ഒരു വീക്ക് ലേറ്റാണ്. ഇനി അടുത്ത വീക്കിൽ എത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ കോഴ്സിനെ ഈ പ്രാവശ്യം ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വന്നു. അപ്പോൾ അതിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് നെക്സ്റ്റ് വീക്കിൽ ചൊവ്വാഴ്ച ലെറ്റർ വന്നപ്പോൾ പിന്നെ ബുധൻ വ്യാഴം വെള്ളി 3 ദിവസമേ ഉള്ളൂ. അപ്പോൾ അതിൽ ബുധനാഴ്ച ഒരു ഇതെടുത്തിട്ട് വ്യാഴാഴ്ച അവിടെ നിന്ന് കയറി വെള്ളിയാഴ്ച അന്ന് ഇവിടെ വന്ന് ഇറങ്ങി. അത് വളരെ ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്ത് ടിക്കറ്റ് എടുക്കാൻ പരമാവധി എല്ലാവരോടും ചോദിച്ച് പരമാവധി പൈസ എല്ലാവരും കളക്ട് ചെയ്ത് തന്നു. ആ സമയത്ത് വേറൊരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല. ബാക്കി നമ്മളിൽ വേറെ ഒന്നും ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. എല്ലാം നമ്മൾ വെച്ചിട്ട് ഫീസ് അടയ്ക്കും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അപ്പോൾ ലാസ്റ്റ് അവസാനം ഉണ്ടായിരുന്നത് ഒരു 10,000-15,000 രൂപ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ചിട്ട് 60,000 രൂപ, അത് 1.5 ലക്ഷം രൂപ കിട്ടി. ബാക്കിയുള്ള എല്ലാം കൂടി വെച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വെച്ച് അതിൽ ലാസ്റ്റാണ് ആ മോതിരം കൂടി വിറ്റിട്ട് എടുത്തത്. അതിൽ 60,000 രൂപ അന്ന് ടിക്കറ്റിനായി. 1 ലക്ഷം രൂപയായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. പിന്നെ ഇവിടെ വന്നതിൻ്റെ അതിനുള്ള കഥകളൊക്കെ വേറെ ഞാൻ പറയാം, വീഡിയോയിൽ പറയാം. അപ്പോൾ ഇങ്ങനെയാണ്, ഇത്രയേ ഉള്ളൂ സംഭവം. വേറെ വലിച്ചു നീട്ടുന്നൊന്നും പറയണില്ല. നമ്മളത് ഓൾറെഡി ഓവർകം ചെയ്തു. ഇനി ആ കാര്യങ്ങളൊന്നും അത് ആലോചിക്കുമ്പോൾ പെയിനുണ്ട്. പക്ഷെ എന്നാലും അത് ഇപ്പോൾ ഇതില്ല. കാരണം എൻ്റെ മെൻറ്റോർ പറഞ്ഞ പോലെ ഇന്നത്തെ നിങ്ങളുടെ പെയിൻ വേറെ നാളത്തെ നിങ്ങളുടെ സന്തോഷമായിരിക്കും. ആ സന്തോഷം നിങ്ങൾ വേറെ ആൾക്കാരായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അത് അവർക്കൊരു ഇൻസ്പിറേഷൻ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. ഇന്നലത്തെ വീഡിയോയോട് കൂടി അത് അറിഞ്ഞതാണ് സംഭവം. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുവരെ ഗുഡ് ബൈ ഫ്രം റിൻ കുഞ്ഞു, ലെക്സി ആൻഡ് ടോബി. ബൈ.